സ്കേർട്ട് അടിക്കാൻ എത്ര മീറ്റർ മെറ്റീരിയൽ വേണം? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തുടക്കക്കാരായ എല്ലാ ടൈലേഴ്സും ഫേസ് ചെയ്തിട്ടുണ്ടാവില്ലേ? പലപ്പോഴും ഇതിന് നമുക്ക് പറയാനൊരു മറുപടി ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും, ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ഒരു 1.5 മീറ്റർ എടുത്തോ, കുറച്ചുകൂടി വലിയ മക്കളാണെങ്കിൽ ഒരു 3.5-4 മീറ്റർ എടുത്തോ എന്ന്. എന്നാൽ ഇതിനൊരു പരിഹാരം ഇട്ടു കേട്ടോ. പലർക്കും അറിയുമായിരിക്കും, ചിലർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഇത് അവർക്ക് ഉപകാരപ്പെടുത്തി. ഇത് കഴിഞ്ഞ ദിവസം ഇടുക്കിയിലുള്ള ഒരു കസ്റ്റമർക്ക് വേണ്ടി എടുത്ത സ്കേർട്ടിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ടിഷ്യൂ ആണ് മെറ്റീരിയൽ വരുന്നത്. അവർക്ക് ചേച്ചിക്കും അനിയത്തേക്കും ഒരുപോലത്തെ സ്കേർട്ട് ആൻഡ് ടോപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനു വേണ്ടി എടുത്തതായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ടോട്ടൽ എടുത്തിരിക്കുന്നത് 4.5 മീറ്റേഴ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫാബ്രിക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് ആദ്യം നോക്കാം. എപ്പോഴും നമ്മൾ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അതൊരു ബുക്കിൽ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഷോപ്പിലേക്ക് പോകാവൂ കേട്ടോ. അപ്പോൾ ഇതേപോലെയാണ് ഫാബ്രിക് കാൽക്കുലേഷൻ. അതായത് പ്ലീറ്റഡ് സ്കേർട്ടിൻ്റെയാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. അതിൽ പ്ലീറ്റഡ് സ്കേർട്ടിന് നമ്മൾ വേസ്റ്റ് റൗണ്ട് × 3 + 2 ലൂസ് 2 സീം അലവൻസ്. അതായത് വേസ്റ്റ് റൗണ്ടിൻ്റെ 3 ഇരട്ടി തുണി നമ്മൾ എടുക്കണം. അതിൻ്റെ ഒപ്പം 2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് സീം അലവൻസും നമ്മൾക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ലൂസ് നമ്മളുടെ സൈഡ് അടിക്കുന്ന സമയത്ത് ഓരോ ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ രണ്ട് പാർട്ടായിട്ടാണല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ സൈഡിൽ 2 പാർട്ടിന് ഓരോ ഇഞ്ച് വെച്ചിട്ടാണ് എടുക്കുക. അതുകൊണ്ടാണ് കേട്ടോ 2 ഇഞ്ച് ലൂസ്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പോൾ വേസ്റ്റ് റൗണ്ട് 20 ആയിട്ടുള്ള ഒരു ആളാണെങ്കിൽ 20 × 3 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടും. 60 അതിലൂടെ +2 ലൂസും +2 എന്ന് പറയുന്നത് അതിൻ്റെ സീം അലവൻസുമാണ് കേട്ടോ. ലൂസ് നമ്മൾ ആഡ് ചെയ്തില്ലെങ്കിൽ നമുക്കത് മേലേക്ക് കയറാനൊക്കെ ഭയങ്കര പ്രശ്നമായിട്ട് വരും കേട്ടോ. അപ്പോൾ അത് കാരണമാണ് 2 ഇഞ്ച് ലൂസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് 64 ആണ് കിട്ടുക. 64 ഇഞ്ചസ് ആണ് കിട്ടുക. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ പോയിട്ട് 64 ഇഞ്ചസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് വാങ്ങാൻ പറ്റില്ല, മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 40 വെച്ചിട്ട്, ഈ 40 എന്ന് പറയുന്നത് ഇഞ്ചസ് നിന്ന് മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നതാണ്. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1.5 മീറ്റേഴ്സ് കിട്ടും. ഒന്നുകൂടെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം. വേസ്റ്റ് റൗണ്ട് 17.5. ഇപ്പോൾ ഇതിൽ ഒരു കുഞ്ഞുമോൾക്കും കുറച്ച് വലിയൊരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആ കുഞ്ഞുമോളുടെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 17.5 ആണ്. അത് × 3 +2 ലൂസ് +2 സീം അലവൻസും ചെയ്യുമ്പോൾ നമുക്ക് 56.5 ആണ് കിട്ടുക. 56.5നെ ഡിവൈഡഡ് 40 ചെയ്യുന്ന സമയത്ത് 1.41. ഇതിനെ നമ്മൾ ഒരു റൗണ്ട് ഓഫ് ചെയ്തിട്ട് 1.5 മീറ്റേഴ്സ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഷോപ്പിൽ പോയിട്ട് മെറ്റീരിയൽ നമുക്ക് മുറിച്ച് വാങ്ങുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് അതിൽ വേസ്റ്റും വരില്ല, ഒരുപാട് നമുക്ക് ടൈറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ തികയാതെ വരുന്ന പ്രശ്നവും വരില്ല കേട്ടോ.